Hi dear students, welcome back to Xylem Learning. Abdul സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ടും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു 5 MCQs ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട MCQs ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ഓക്കെ, വിത്തിൻ 5 minutes നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഹു ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ വരുന്ന സമയത്ത് മക്കളെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ആൻസർ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് എല്ലാവർക്കും അറിയാം ഹു ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചോദ്യം വന്നാൽ മഹാത്മാഗാന്ധി ആണോ? ആസ് ഫാദർ ഓഫ് അവർ നാഷൻ ചോദിക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി നമുക്ക് പറയാം അല്ലേ. ദെൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ ആണോ? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. യൂണിറ്റി ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ആരാണ്? ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കുകയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഡോക്ടർ BR അംബേദ്കർ ആണെന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിലും എന്ത് വരാം, ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇത് 2 ക്വസ്റ്റ്യൻ വന്നാലും അവിടെ ആൻസർ ഒന്നേ ഉള്ളൂ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആണ് ചീഫ് ആർക്കിടെക്ട് ഓർ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻസർ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ ഫസ്റ്റ് ആൻസർ. എല്ലാവരും കൃത്യമായിട്ടും ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ ആൻസർ എന്ത് ചെയ്തിട്ടുണ്ടാവും, മക്കളുടെ എല്ലാവരുടെയും മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും, ഒരു ഡൗട്ടുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോർട്ട് ഈസ് ഇഷ്യൂ ദ റിട്സ്? വാട്ട് ഇസ് റിട്ട് എന്ന് മക്കൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ഡിനൈ ചെയ്യപ്പെടുന്ന സിറ്റുവേഷനിൽ, നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന സിറ്റുവേഷനിൽ അവിടെ നമ്മുടെ 6th ഫണ്ടമെൻ്റൽ റൈറ്റ് ആണത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് അല്ലേ. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള അവകാശം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 32 വരുന്നത്. അതേ ആർട്ടിക്കിൾ തന്നെയാണ് ഈ പറയുന്ന റിട്ട് അധികാരത്തെക്കുറിച്ചും റിട്ട് പവേഴ്സിനെ കുറിച്ചും എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് കോർട്ടിനാണ് ഈ പറയുന്ന റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പവർ എന്ന് നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടിനാണോ, പഞ്ചായത്ത് കോർട്ടിനാണോ, അല്ലെങ്കിൽ സിവിൽ കോർട്ട്സ് ഓർ ക്രിമിനൽ കോർട്ട്സിനാണോ, സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ടിനാണോ? അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനുമാണ് എന്തിനുള്ള റൈറ്റ് ഉള്ളത്, റിട്ട് റൈറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും റിട്സ് എന്ന് പറയുമ്പോൾ ഹേബിയസ് കോർപ്പസ്, അതുപോലെ തന്നെ സെർഷ്യറി, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറൻറ്റ്, ഇങ്ങനെ 5 റിട്ടുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ റിട്ട് പുറപ്പെടുവിക്കാനുള്ള എന്താ പറയുക പവർ ആർക്കാണുള്ളത്? സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ടിനാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഇംപ്ലൈസ് ഓൾ ദ സിറ്റിസൺ ഓഫ് എ കൺട്രി ആർ ഈക്വൽ ബിഫോർ ലോ? ഇതിലേതിലൂടെയാണ് എല്ലാ ആളുകളും, നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാ സിറ്റിസൺസും എന്താ പറയുക ലോയുടെ മുമ്പിൽ ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുന്നത് ഏത് ആണ് നമുക്ക് നോക്കാം. പാർലമെൻ്ററി റൂൾ ആണോ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി ആണോ, റൈറ്റ് ടു ഇക്വാലിറ്റി ആണോ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണോ? ഇത് മക്കളെല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലേ, ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ഭാഗമായിട്ടാണ്. നമ്മുടെ ഒരു ഫസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 14 മുതലാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ റൈറ്റ് ടു ഇക്വാലിറ്റിയിലാണ് എന്ത് വരുന്നത്? യെസ്, ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. അപ്പോൾ എല്ലാ ആളുകളും ലോയുടെ മുമ്പിൽ, നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഒരാളാണെങ്കിലും പുവർ ആയിട്ടുള്ള ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ആണെങ്കിലും ലോവർ ക്ലാസ് ആണെങ്കിലും, ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി ഇസ് റൈറ്റ് ആൻസർ. ഇനി നമ്മുടെ 4th ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് കിങ്ഷിപ്പ് ഓർ റൂൾ ഓഫ് എ കിങ്? ഒരു എന്താ പറയുക, റൂളർ ഒരു കിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കിങ്ഷിപ്പ് ടൈപ്പ് ഓഫ് ഗവേണിങ്ങിന് നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? ഡെമോക്രസി ആണോ? ഡെമോക്രസി ഈസ് എ പീപ്പിൾസ് ഓൺ ഗവൺമെൻറ്. കോൺസ്റ്റിറ്റ്യൂഷനോ? ഈ ഒരു ഗവേണിങ്ങിനുള്ള റൂൾസും അതുപോലെ തന്നെ സെറ്റ് ഓഫ് ലോസും റൂൾസും അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ മൊണാർക്കി ആണോ? മൊണാർക്കി ഈസ് എ റൈറ്റ് ആൻസർ. മൊണാർക്കിയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, കിങ്ഷിപ്പ് ഓർ റൂൾ ഓഫ് എ കിങ് എന്ന് പറയുന്നത് അതിന് ടേം കൊടുത്തിട്ടുള്ളത് എന്താണ്? മൊണാർക്കി എന്നാണ്. മൊണാർക്കി. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സോവേണിറ്റി? എന്താണ് പരമാധികാരം? വാട്ട് ഈസ് സോവേണിറ്റി എന്ന് ചോദിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ കൺട്രി ആണോ, അല്ലെങ്കിൽ ഫ്രീഡം ടു ഗവേൺ വൺ സെൽഫ് ആണോ, പീപ്പിൾസ് ഗവൺമെൻറ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമുക്കിവിടെ ആൻസർ കൊടുക്കാൻ പറ്റും ഫ്രീഡം ടു ഗവേൺ വൺ സെൽഫ്. ഫ്രീഡം ടു ഗവേൺ വൺ സെൽഫ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായത്. 5 MCQs ആയിരുന്നു നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാ മക്കൾക്കും സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. എനിവേ, ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ടൈം കൊണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് MCQs മാത്രമല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെങ്തി ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ടും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. താങ്ക് യു ഓൾ. Bye.